ഇതിനായിരുന്നോടി നിന്നെ വിശ്വസിച്ച് ഞാൻ എന്റെ മോളെ നിന്റെ കൂടെ അയച്ചത്? പറയടി. മല്ലിയെ തല്ലിയിട്ട് എന്ത് കാര്യമാ ഉള്ളത്? സഞ്ജനയെ പിന്തിരിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയൂ? നമ്പീശൻ എന്താ ഈ പറയുന്നേ? എന്റെ മോളുടെ പിടിവാശിക്ക് മുന്നിൽ ഞാൻ എന്റെ പക ബലി കഴിക്കണമെന്നോ? അതിനു വേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? മനസ്സിൽ ചാരം മൂടിയ കനലുമായി ഈ കാലം അത്രയും ജീവിച്ചത്. എന്ത് മോഹിച്ച അവൾ അവനെ വേണമെന്ന് പറയുന്നത്? മംഗലശ്ശേരിക്കാരുടെ 10 ഇരട്ടി ആസ്തിയുണ്ട് നമുക്ക്. അവളുടെ ഡാഡിയോട് ഞാൻ എന്ത് സമാധാനം പറയും? ആ മനുഷ്യന്റെ ശരീരമേ തളർന്നിട്ടുള്ളൂ. ഇവിടെ വന്നിട്ടാ പലതും ഞാൻ അറിയുന്നത്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന കാലം മുതല് സഞ്ജനയ്ക്ക് സഞ്ജുവിനെ ഇഷ്ടമായിരുന്നു. അതിനിടയ്ക്ക അവന്റെ മുറപ്പെണ്ണ് കടന്നു വന്നത്. അപ്പോഴും അവള് പ്രതീക്ഷ കൈവിട്ടില്ലായിരുന്നു. ഒന്നുകൂടി ഞാൻ മാഡത്തോട് പറയാം, ഈ ബന്ധത്തിൽ നിന്ന് സഞ്ജനയെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. മമ്മി മമ്മി അവരെ തല്ലണ്ട. ഞാൻ പറഞ്ഞത് തന്നെയാ മല്ലികാഞ്ചി പറഞ്ഞത്. എന്റെ കുടുംബം തല്ലി തകർത്തവന്റെ മകനെ തന്നെ നിനക്ക് സ്നേഹിക്കണോ അല്ലേടി? അതിന് സഞ്ജു എന്ത് തെറ്റ് ചെയ്തു എന്നാ മമ്മി പറയുന്നേ? മമ്മിക്ക് ആ വിവാഹം നടക്കാതെ പോയതിന്റെ നിരാശയാണോ? സഞ്ജന, ഇപ്പൊ മമ്മിയുടെ അതേ സ്ഥാനത്താ ഞാനും നിൽക്കുന്നത്. മമ്മിയുടെ മനസ്സിലെ പക എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മമ്മിക്ക് മംഗലശ്ശേരിക്കാരോട് പ്രതികാരം ചെയ്യണോ? ആയിക്കോ, ഞാൻ അതിനൊരു തടസ്സമാവില്ല. ആ തറവാട് മുടിച്ചാ പോലും മമ്മിക്കെതിരെ ഞാൻ വരില്ല. പക്ഷേ സഞ്ജുവിനെ തൊടാൻ മമ്മിയെ ഞാൻ അനുവദിക്കില്ല. അവൻ നിന്നെ സ്വീകരിക്കുന്ന എന്തുറപ്പാ നിനക്കുള്ളത്? നാണമുണ്ടോ വിവാഹ നിശ്ചയം കഴിഞ്ഞവന്റെ പിന്നാലെ നടക്കാൻ? അവന്റെ പെണ്ണ് ആ വീട്ടിലുണ്ട്. അങ്ങനൊരു ബോധമെങ്കിലും നിനക്കുണ്ടോ? ആ വിവാഹം നടന്നിട്ട് വേണ്ടേ? അവൾക്ക് തന്നെ ഞാനത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരാരും അവളോട് പറയാതിരുന്ന സത്യം ഇപ്പൊ സ്വാതിക്കറിയാം. ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം അത് തന്നെയാ. മംഗലശ്ശേരിക്കാർ ഇരുട്ടിൽ തപ്പുന്ന ആ ശത്രു മമ്മിയാണെന്നും എനിക്കറിയാം. സ്വാതിക്ക് ഈ വിധി സമ്മാനിച്ചതും മമ്മി തന്നെ. അതൊക്കെ മമ്മിയുടെ കണക്ക് തീർക്കലായി കാണാനും എനിക്ക് കഴിയും. പക്ഷേ സഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ മമ്മിയെ എനിക്ക് ശത്രുവായിട്ട് കാണേണ്ടി വരും. മോക്കിപ്പൊ കാര്യങ്ങൾ ബോധ്യമായില്ലേ? അവക്കിപ്പൊ സഞ്ജുവിന് മാത്രം മതി. അവിടെ ആരൊക്കെ വീണാലും അവക്കൊരു പ്രശ്നമല്ല. സത്യത്തിൽ മമ്മിയുടെ മനസ്സ് കണ്ട അവളിപ്പോ ചിന്തിക്കുന്നത്. നമ്പിശൻ എന്താ പറയുന്നത്? കൊന്നുകളയുമ്പോ കിട്ടുന്ന പകയേക്കാൾ വലുതാ കൊല്ലാക്കൊല ചെയ്യുമ്പോ കിട്ടുന്ന സുഖം. സ്വാതിയുടെ കാര്യത്തിൽ അവരത് അനുഭവിക്കുന്നുണ്ട്. ജീവിതാവസാനം വരെ അവരെ അത് വേട്ടയാടണം. നമ്പിശൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. ഇതിനെ മോള് ചരിത്ര നിയോഗമായിട്ട് കരുതണം. മാണിക്യമംഗലത്തെ പേരക്കുട്ടി മംഗലശ്ശേരിയില് മരുമകളായിട്ട് ചെന്ന് കയറണം. ശരിക്കും പക തീർക്കേണ്ടത് അങ്ങനെയാ. അവരാഗ്രഹിച്ചത് മുറപ്പെണ്ണിനെ കൊണ്ട് സഞ്ജുവിനെ കെട്ടിക്കാനാ. ആ കുട്ടിയെ അരയ്ക്ക് കീഴ്പോട്ട് തളർത്തിയിട്ടാ നമ്മൾ ഈ കളി ജയിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ വെച്ചുള്ള കളികള് എന്തായിരിക്കണമെന്ന് മോക്ക് ഞാൻ പറഞ്ഞു തരണോ? മോക്ക് മംഗലശ്ശേരിക്കാരോടുള്ള പകയൊന്നും ചന്ദ്രവർമ്മയ്ക്ക് അറിയില്ല. മകള് ചന്ദ്രവർമ്മയ്ക്ക് വീക്ക്നെസ് ആണെന്ന് അറിയാലോ. സഞ്ജന ഡാഡിയോട് ഈ ആഗ്രഹം പറഞ്ഞ കിടന്ന കിടപ്പിൽ ചന്ദ്രവർമ്മ ആളെ വിട്ട് സഞ്ജു ആരാണെന്ന് അന്വേഷിക്കും. സഞ്ജുവിന് മികച്ച ബിസിനസ്സുകാരന്റെ അവാർഡ് കിട്ടിയ വാർത്ത എല്ലാ ബിസിനസ് ജേണലുകളും പുറത്തുവിട്ടിട്ടുള്ളതാണ്. ചന്ദ്രവർമ്മയ്ക്ക് പിന്നെ നോക്കാനൊന്നുമില്ല. മോള് ഒറ്റപ്പെട്ടു പോവും. മോള് ഈ വിഷയം ഗൗരവത്തോടെ ആലോചിക്കും. മംഗലശ്ശേരിയിൽ മരുമകളായിട്ട് ചെന്ന് കയറേണ്ടത് നമ്മളെ കുട്ടിയാകണം. പിന്നെയുള്ള കടന്നുകയറ്റം മോളുടേതാകും. സഞ്ജുവിന്റെ ആ രഹസ്യ വിവാഹ കഥ ഇനി ഒരാൾ പോലും അറിയാൻ പാടില്ല.
അത് അവനെ നമുക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള വജ്രായുധമായിട്ട് കരുതണം. ഇതാണ് മോളെ ശരിക്കുള്ള പകവീട്ടൽ. ആ സ്വാതി, സ്വാതി, ശ്രീകുട്ടിക്ക് പരിചയമുള്ള ആരുമല്ല വിളിക്കുന്നത്. ഇതൊരു സേവ് ചെയ്യാത്ത നമ്പരാ. ദൈവമേ, ഇത് അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ സ്വാതി ഏർപ്പാടാക്കി ഡിക്റ്റേറ്റീവ് ആയിരിക്കോ? ഇന്നലെ ദിനേശേട്ട ഇതേപ്പറ്റി പറഞ്ഞതാ. സഞ്ജു, സ്വാതിയുടെ ഫോണിലേക്ക് ആരാ വിളിക്കുന്നതെന്ന് നോക്കിയേ. സേവ് ചെയ്യാത്ത ഏതോ നമ്പരാ. അവള് നല്ല ഉറക്കത്തിലാ സഞ്ജു. ഇതാ ഡിക്റ്റേറ്റീവ് ആയിരിക്കോ? അത് സംശയിച്ചാ ഞാൻ ഫോൺ എടുത്ത് ഓടിയത്. എടാ, അമ്മുനെ വിളിക്ക്. റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ സമയമായോ? ഇല്ല, ഞാൻ റൂമിൽ ചെന്നതിന് ശേഷം റിങ് ചെയ്തത്. ഭാഗ്യത്തിന് ശ്രീകുട്ടി ഉണർന്നിട്ടില്ല. കോൾ കട്ടായല്ലോ. അയാളാണെങ്കിൽ ഇനിയും വിളിക്കും. അയാളോട് സംസാരിക്കാനാണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ എങ്ങനെയാമോ? അയാളെ എങ്ങനെയും ഒഴിച്ചുവിടാനാ നമ്മളിപ്പോ നോക്കേണ്ടത്. അയാളെ വീണ്ടും വിളിച്ചില്ലെങ്കിൽ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചേ പറ്റൂ. ഇനി ഇതും പറഞ്ഞ അയാളെ വിളിക്കാത്ത രീതിയിൽ നീ സംസാരിക്കണം. പണത്തിനാണെങ്കിൽ അയാൾ പറയുന്ന സ്ഥലത്ത് ദിനേശൻ ഞങ്ങൾ വരുമെന്ന് പറയണം. അയാളെ ഒന്ന് മുട്ടിച്ച് തന്നാ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആ നമ്പർ തന്നെയാ. ആരും ഒന്നും മിണ്ടരുത്. ഹലോ, സ്വാതി മേഡം അല്ലേ? എടുക്ക്, സംസാരിക്കേ. അതെ, ആരെന്ന് പറയൂ. മാഡം, ഞാൻ ഡിറ്റക്റ്റീവ് റോയ് പെരേരയാ. സംസാരിക്കേ. ആ, പറയൂ. ഞാൻ മേഡത്തെ കാണാൻ വന്നിരുന്നു, പക്ഷെ എന്നെ അകത്തേക്ക് വിട്ടില്ല. മേഡത്തിന്റെ ഇളയമ്മയുടെ വിവരം പറഞ്ഞു. എന്ത് വിവരം? ഏയ്, കേസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മേഡത്തിനോട് ഞാൻ വന്ന വിവരം അറിയിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ സുഖമില്ലാതിരിക്കാണ്. നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കണേ? അല്ല, അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് ഞാൻ അറിഞ്ഞ വിവരങ്ങള് ഫോണിലൂടെയെങ്കിലും മേഡത്തിനെ അറിയിക്കേണ്ടതല്ലേ? നിങ്ങൾ പറയൂ. ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പറയൂ. നിങ്ങളെ വിവാഹം കഴിക്കാനിരുന്ന സഞ്ജയ് പണിക്കരാണ് അമ്മു എന്ന കള്ളപ്പേരിൽ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയുടെ ഭർത്താവ്. അവര് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് എല്ലാ തെളിവുകളും ലഭിച്ചു. വിവാഹ ക്ഷണകത്തില് രണ്ടുപേരുടെയും ഫോട്ടോയും ഉണ്ട്. അതെന്റെ കയ്യിലുണ്ട് മാഡം. കേസ് ഫയല് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാഡത്തിനത് പ്രയോജനപ്പെടും. എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കതേപ്പറ്റി സംശയങ്ങളുണ്ടായിരുന്നു. അത് സത്യമാണെന്നറിയാനാ നിങ്ങളുടെ സഹായം തേടിയത്. അപ്പോ മാഡത്തിന് സംശയം ഉണ്ടായിരുന്നല്ലേ? അത് ശരിയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ജോലി കഴിഞ്ഞു. ബാക്കി തുക എത്രയാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം. താങ്ക് യു മാഡം. എനിക്ക് 1,00,000 രൂപയുടെ മാഡം തരണം. അത് നമ്മൾ പറഞ്ഞുറപ്പിച്ചതാ. എന്താ ശരിയല്ലേ മാഡം? ആ പണം ഞാൻ ഇട്ട് തരാം. ഈ നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി. നിങ്ങള് ശേഖരിച്ച മുഴുവൻ തെളിവുകളും എനിക്ക് വേണം. അത് വാങ്ങാൻ എന്റെ ഒരാള് നിങ്ങളെ കാണാൻ വരും. അയാളുടെ കൈവശം സീൽ ചെയ്ത് കൊടുക്കണം. വരുന്നയാളുടെ പേര് ദിനേശൻ എന്നാ. ഓക്കെ മാഡം, വിളിച്ചു പറഞ്ഞാൽ മതി.
താങ്ക് യു മാഡം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ പേര് മറക്കരുതേ. ശരി. കൊള്ളാമോ, നീ തകർത്തു. ഒരു കാര്യം ചെയ്യ്, ആ നമ്പർ ചെയ്ത ഞാൻ അയാളെ വിളിച്ച് അയാൾ കണ്ടെത്തിയ തെളിവുകൾ തിരികെ വാങ്ങാം. എന്തായാലും മനസ്സിൽ വീണ തീ ഇപ്പോഴാ ഒന്ന് അണഞ്ഞത്. ദിനേശേട്ടൻ എത്രയും വേഗം അത് വാങ്ങി നശിപ്പിക്കാൻ നോക്ക്. രണ്ടാമത് ജയിച്ചെന്നാ അവനോളും കരുതുന്നത്. വിഡ്ഢികൾ. എനിക്ക് ലാഭം 1,00,000. സഞ്ജയ് പണിക്കരെ, നീ എന്റെ ചൂണ്ടയിൽ കൊത്തുവെന്ന് അറിഞ്ഞ് എന്നാ ഞാൻ വിളിച്ചത്. ഒരു തവണ സംസാരിച്ചാൽ മതി ആ ആളിന്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ. ഇത് അമ്മു എന്ന ലക്ഷ്മി തന്നെ. വെറുതെ അല്ല ഞാൻ ഡിറ്റക്റ്റീവ് പണി ചെയ്യുന്നത്. കാത്തിരുന്നോ, ഇതിനേക്കാളും വലിയ മിസൈല് ഉടൻ വരുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഇനി ആ ഡിക്റ്റേറ്റീവിനെ കൊണ്ടുള്ള ഉപദ്രവം നമുക്കുണ്ടാവില്ല. അങ്കിൾ അയാളുടെ നമ്പറിലേക്ക് വിളിച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അയാൾക്ക് ഒരു സംശയവും തോന്നാത്ത വിധം അയാൾ കളക്ട് ചെയ്ത മുഴുവൻ എവിഡൻസും കൈക്കലാക്കണം. അയാൾ ആവശ്യപ്പെട്ട പണം ഉടനെ കൊടുത്ത് ആ ബാധ ഒഴിവാക്കണം. അത് ഞാൻ ഏറ്റുപോലെ. അയാളിനി സ്വാതി അന്വേഷിച്ചു വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. പുതിയ എന്തെങ്കിലും തെളിവ് കിട്ടിയ അതുമായിട്ട് കയറി വരും. കാശ് പിടുങ്ങാൻ കിട്ടിയ അവസരമൊന്നും അയാൾ പാഴാക്കില്ല. രാജേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അയാളെ കണ്ടാലേ അറിയാൻ കുഴപ്പക്കാരനാണെന്ന്. എനിക്കിനി ചേച്ചിന്ന് പറഞ്ഞു ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല. നിനക്കിനി വിളിക്കേണ്ടി വരില്ലമോ? സ്വാതിയെ ട്രീറ്റ്മെന്റിനായിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞേക്ക്. അങ്ങനെ പറയാം. ഇനി വിവാഹത്തെക്കുറിച്ചുള്ള ഏക തെളിവ് ആ പെൺഡ്രൈവാ. അത് സഞ്ജുവിന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിപ്പില്ലേ? ഞാനത് അമ്മൂനെ ഏൽപ്പിച്ചു. നീ അത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? എന്തോ രഹസ്യ ചർച്ചയാണല്ലോ. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാ പെൺഡ്രൈവ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അത് അപ്പൊ തന്നെ നശിപ്പിച്ച് കളയേണ്ടതായിരുന്നു. പെൻഡ്രൈവോ? അമ്മു, ഇനി അത് കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്. ഓരോ പ്രശ്നങ്ങളിൽ നിന്നും തലയൂരി വരുന്നതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയാവുന്നതല്ലേ? അപ്പോ അവളെ സംബന്ധിച്ച എന്തോ രഹസ്യമാണ്. മറ്റുള്ളവരെ നമ്മൾ ഭയപ്പെടുമ്പോ നമ്മൾ തന്നെ തെളിവ് സൂക്ഷിക്കുന്നതിൽ പരം വിഡ്ഢിത്തരം വേറെ എന്താ ഉള്ളത്? ഞാനത് നശിപ്പിച്ചു കളയാം. അതോർത്ത് ആർക്കും ഒരു പേടിയും വേണ്ട. ഇത് സ്വാതിയുടെ റൂമിൽ കൊണ്ടുപോയി വെക്ക്. അവൾ ഉണർന്ന ആദ്യം അന്വേഷിക്കുന്നത് ഇതാ. അങ്കിള് വാ. പെൻഡ്രൈവ് നശിപ്പിക്കണമെന്ന് ദിനേശൻ പറയണമെങ്കിൽ അതിലെന്തോ രഹസ്യമുണ്ട്. അത് കമ്പനിയെ സംബന്ധിച്ച കാര്യമല്ല. കുറച്ച് മുൻപേ വന്നിരുന്നെങ്കിൽ എല്ലാം കേൾക്കായിരുന്നു. പെൻഡ്രൈവ് അമ്മൂന്റെ കയ്യിലുണ്ടത്രേ. അവൾ എന്തിനത് സൂക്ഷിക്കണം? അവൾ കയ്യിൽ വയ്ക്കണമെങ്കിൽ അത് അവളെ സംബന്ധിച്ച എന്തോ കാര്യമായിരിക്കും. അത് പുറത്തു വരുമെന്ന് പേടിച്ചല്ലേ നശിപ്പിച്ചു കളയാൻ ദിനേശൻ തിടുക്കപ്പെടുന്നത്. അവളുടെ ഭർത്താവ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയിട്ടുമുണ്ട്. ഇനി അതിനെപ്പറ്റിയുള്ള ചർച്ചയാണോ നടന്നിട്ടുള്ളത്? അപ്പൊ ദിനേശൻ അറിയാം അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന്. പക്ഷേ സഞ്ജു എന്തിനിതിൽ പങ്കാളിയാകണം? അതാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. നിക്ക്. കവിതപ്പിച്ച് എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞാനെന്തോ കുറ്റം ചെയ്ത പോലെ.
എന്തായിരുന്നു അവിടെ ഒരു ചർച്ച? എന്തോ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായി. എന്താണെന്ന് പറ. ഏയ്, കവിതപ്പിച്ച് ഇവിടെ വന്നിട്ട് കുറെ നേരമായോ? നിനക്കെന്തോ ഒരു പേടി പോലെ. എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറ. അത് കവിതപ്പിച്ച് കേട്ടതല്ലേ, പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നേ? നമ്മളെ അങ്ങ് വിട്ടേക്ക്. നീ അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോയാൽ എങ്ങനെയാ? ഞാൻ കേട്ടത് തന്നെയാണോ നീ പറയാൻ പോകുന്നതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. കവിതപ്പച്ചയെ പറ്റി ആരും ഒന്നും സംസാരിച്ചിട്ടില്ല. സംസാരിച്ചെങ്കിൽ അത് കേൾക്കേണ്ടതല്ലേ? പിന്നെ പെൻഡ്രൈവിന്റെ കാര്യം പറഞ്ഞതോ? എന്താടാ പെൻഡ്രൈവിന്റെ രഹസ്യം? അല്ല, നീ എന്താ നിന്ന് പരിങ്ങുന്നേ? ആ പെൻഡ്രൈവിനെ നിങ്ങളൊക്കെ പേടിക്കുന്ന എന്തിനാന്നാ എനിക്കറിയണ്ടേ. നീ അത് പറഞ്ഞിട്ട് എന്റെ മുന്നിൽ നിന്ന് പോയാ മതി. അത് ഞാനെങ്ങനെ അറിയാനാ? സഞ്ജുവും ദിനേശങ്ങളും തമ്മിൽ സംസാരിച്ചത് എന്തിനെ പറ്റിയാണെന്ന് എനിക്കറിയില്ല. കവിതപ്പിച്ച് കേട്ടതേ ഞാനും കേട്ടിട്ടുള്ളൂ. നീ എന്റെ മുന്നിൽ നിന്ന് കള്ളം പറയുന്നോടാ. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യമായി വീട്ടിൽ നടക്കുന്നത്? ഇവിടുത്തെ വീട്ടു ജോലിക്കാരിക്ക് വരെ അതറിയാം. പക്ഷെ എനിക്കറിയാൻ പാടില്ല അല്ലേടാ? കവിതപ്പിച്ച് എന്നെ വിട്, എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ വന്ന് പെട്ടതാ. ആ പെൻഡ്രൈവിൽ ഒരു പക്ഷെ അവളുടെ വിവാഹത്തിന്റെ വീഡിയോ ആയിരിക്കും. അതല്ലേ അവള് നിധി പോലെ സൂക്ഷിക്കുന്നത്. എന്റെ ദൈവമേ, എല്ലാം അവസാനിക്കാൻ പോവുക. കവിതപ്പിച്ച് അമ്മുവിന്റെ റൂമിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഓ കള്ളി. ദേവി വിഗ്രഹം വെച്ച പൂജ, കള്ളത്തരവ കയ്യിലിരിപ്പ്. നീ എന്റെ കൈ പിടിക്കാറായോടി?